ഹേയ് ഇറ്റ്സ് മീ സ്ന. എന്തൊക്കെയുണ്ട്? ഇന്ന് നല്ലൊരു വൈകുന്നേരം. സോ അതിൻ്റെ കൂടെ ഒരു ആർട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് ആദ്യം പെൻസിൽ ഉപയോഗിച്ച് നീളത്തിലുള്ള റൗണ്ട്സ് വരയ്ക്കുക. പിന്നീട് അതിൻ്റെ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഷേപ്പ് നിറക്കുക. എന്താ നേരെ കാര്യത്തിലേക്ക് പോയി വെച്ചാൽ ചില ക്ലിപ്സ് ഞാൻ ആഡ് ചെയ്യാൻ മറന്നു എന്നല്ല, വീഡിയോ ആക്കാൻ മറന്നു. പിന്നെ ഇതൊരു ലോങ് ജേണി ആയിരുന്നു. രാവിലെ തുടങ്ങി രാത്രിയിലാണ് എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റി. വേറെ ഒന്നുമില്ല, വീട്ടിൽ കുറച്ച് ആൾക്കാരെത്തി. സോ അവരെ മുഖം കാണിച്ചിട്ടായിരുന്നു ബാക്കി പരിപാടികൾ. പിന്നെ ഓരോ ഷേപ്പിൻ്റെ എഡ്ജും ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കുക. ഡാർക്ക് ചെയ്യുക മീൻസ് ഒന്ന് ഡീപ്പ് ഷെയ്ഡിങ് കൊടുക്കുക. വരച്ച് കഴിഞ്ഞപ്പോൾ ഇതുവരെ വരച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായ വർക്കാണ്. പിന്നെ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറില്ലേ ഇത് സിമ്പിളാണ്, വളരെ കുറഞ്ഞ സമയം മതിയെന്ന്. പക്ഷേ ഈ വീഡിയോയിൽ ഞാനത് പറഞ്ഞ് മോഹിപ്പിക്കണില്ല കേട്ടോ. കാരണം ഇത്ര ടൈം വേണം അതിന്. ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം വരച്ച റൗണ്ടുകളുണ്ടല്ലോ പെൻസിൽ കൊണ്ട്, അതിനൊക്കെ ഈ രീതിയിൽ കുറുകെ വരകൾ കുനുകുനാ വരയ്ക്കുക. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ തെറാപ്പി, യു ക്യാൻ ഫീൽ ഇറ്റ്. പിന്നെ ഈ വീഡിയോയിൽ പറഞ്ഞ് കൊളാക്കണോ എന്ന് എനിക്കറിയില്ല, എന്നാൽ ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യാം. ഒരു വർക്ക് ഫ്രം ഹോമിൻ്റെ കാര്യമാണ്. അതിനെക്കുറിച്ച് അറിയാനോ എന്തെങ്കിലും അത് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ആയിട്ടോ ഷോർട്ടായിട്ടോ അടുത്ത വീഡിയോയിൽ പറയാമേ. അല്ലെങ്കിൽ എൻ്റെ നമ്പർ ആവശ്യമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കണേ. സോ ആ പരിപാടിക്ക് ശേഷം ബാക്കി നമ്മൾ ഇടയിൽ വരച്ച് കുറേ ഷേപ്പുകളുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലായിട്ട് ഈ രീതിയിലുള്ള ലൈൻസ് വരയ്ക്കുക. ആർട്ടിൻ്റെ ഭംഗി പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി മുന്നിലാണ് ഇതിന് വേണ്ട എഫേർട്ട്. സോ ഈ ലൈൻസിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, കളർ ഫില്ല് ചെയ്യുക. ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പില്ല, എന്നാൽ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഇനി പെൻസിലും കൊണ്ട് ഇതിനൊക്കെ ഒരു ചെറുതായിട്ട് എഡ്ജിൽ ഷെയ്ഡ് കൊടുക്കാം. ആൻഡ് അതൊന്ന് സ്മെഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പോഞ്ചൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറ, ഇഷ്ടമായോ? സോ സീ യു ടുമോറോ.